നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 16 ഞായറാഴ്ച. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഉക്രൈനിൽ വെടിനിർത്തൽ സംരക്ഷിക്കാനുള്ള സൈനിക ആസൂത്രണം പ്രവർത്തന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി കെ സ്റ്റാമർ അറിയിച്ചു. 29 ലോക നേതാക്കളുമായുള്ള വെർച്വൽ ഉച്ചകോടിക്ക് ശേഷമാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉക്രൈന്റെ ഭാവി സുരക്ഷ ഉറപ്പു നൽകുന്നതിന് ശക്തമായ പദ്ധതികൾ തയ്യാറാക്കുന്നതിനായി സൈനിക നേതാക്കൾ അടുത്ത വ്യാഴാഴ്ച ലണ്ടനിൽ യോഗം ചേരും. ചർച്ചകൾ മാത്രമല്ല, സജീവമായ സമ്മർദ്ദവും ആവശ്യമാണെന്ന് യോഗത്തിൽ പങ്കെടുത്ത ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. യുഎസുമായുള്ള ചർച്ചകൾക്ക് ശേഷം 30 ദിവസത്തെ വെടിനിർത്തലിനെ ഉക്രൈൻ സമ്മതിച്ചതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. വികലാംഗർക്കുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള വിവാദ നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയേക്കും. ജോലി ചെയ്യാൻ കഴിയാത്തവർ ഉൾപ്പെടെയുള്ള വികലാംഗർക്കുള്ള വ്യക്തിഗത സ്വാതന്ത്ര്യ പേയ്മെന്റ് അഥവാ PIP ആനുകൂല്യം വെട്ടിക്കുറയ്ക്കാനൊരുങ്ങുന്ന സർക്കാർ നീക്കം അവസാനിപ്പിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. പെൻഷൻ വെട്ടിക്കുറയ്ക്കാതെ PIPയുടെ യോഗ്യതാ മാനദണ്ഡം കർശനമാക്കിക്കൊണ്ട് തീരുമാനം പ്രാബല്യത്തിലാക്കാനാകും സർക്കാർ നീക്കം. ക്ഷേമ ബജറ്റിൽ നിന്ന് സർക്കാർ ബില്യൺ കണക്കിന് പൌണ്ട് വെട്ടിക്കുറയ്ക്കുമെന്ന് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ബ്രിട്ടന്റെ കിഴക്കൻ തീരത്ത് US ടാങ്കറിൽ ഇടിച്ച കണ്ടെയ്നർ കപ്പലിന്റെ ക്യാപ്റ്റനെ UK കോടതിയിൽ ഹാജരാക്കി. തിങ്കളാഴ്ച രാവിലെ സൈനിക ജെറ്റ് ഇന്ധനവുമായി പോയ കപ്പലിന്റെ ക്യാപ്റ്റൻ 59-കാരനായ റഷ്യൻ പൌരൻ വ്ളാഡിമിർ മോട്ടിനെതിരെ സംഭവത്തിൽ ലഹരിക്ക് കേസെടുത്തിരുന്നു. അപകടത്തിൽ ഫിലിപ്പൈനോ പൌരനും കണ്ടെയ്നർ കപ്പലിലെ അംഗവുമായ മാർക്ക് ആഞ്ചലോ ബെർണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റം ചുമത്തിയതിന് പിന്നാലെയാണ് ക്യാപ്റ്റനെ ഹാൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. സ്റ്റെന കപ്പലിന്റെ 23 ക്രൂ അംഗങ്ങളെയും സോളനിലെ 14 ജീവനക്കാരിൽ 13 പേരെയും അപകടത്തിന് പിന്നാലെ രക്ഷപ്പെടുത്തിയിരുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2025ന്റെ തുടക്കത്തിൽ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ ചുരുങ്ങിയതായി റിപ്പോർട്ട്. ഡിസംബറിലെ 0.4% വളർച്ചയ്ക്ക് പിന്നാലെ ജനുവരിയിൽ ഉത്പാദനം 0.1% കുറഞ്ഞതായി ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയിച്ചു. ഭൂരിഭാഗം സാമ്പത്തിക വിദഗ്ധരും 0.1% വളർച്ചാ കണക്ക് സൂചിപ്പിച്ചിരുന്നുവെങ്കിലും ഉത്പാദനത്തിൽ ഇടിവുണ്ടായതായി ONS അഭിപ്രായപ്പെട്ടു. എണ്ണ, വാതക, ഖനന, നിർമ്മാണം എന്നീ മേഖലയിലെ ഉത്പാദനത്തിൽ ഇടിവാണ് ജനുവരിയിലെ വളർച്ചാ നിരക്കിലെ ഇടിവിന് കാരണമായത്. ചൈനയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുവാൻ ബ്രിട്ടൻ സർക്കാർ. കാലാവസ്ഥാ ഊർജ്ജ സഹകരണം ചർച്ച ചെയ്യാൻ ചൈന സന്ദർശിച്ച ബ്രിട്ടന്റെ ഊർജ്ജ മന്ത്രി എഡ് മിലിംഗ്ടൺ ലോകത്തിലെ ഏറ്റവും വലിയ കാർബൺ പുറന്തള്ളുന്ന രാജ്യവും പുനരുപയോഗ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറിന്റെ വിതരണക്കാരുമായ ചൈനയുമായി വീണ്ടും ഇടപഴകുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷ. കാർബൺ ക്യാപ്ചർ, സംഭരണ, സാങ്കേതികവിദ്യ, ഹൈഡ്രജൻ വൈദ്യുതി ഉൽപാദനം എന്നിവയുൾപ്പെടെ ബ്രിട്ടൻ സഹകരിക്കാൻ ആഗ്രഹിക്കുന്ന മേഖലകൾ ഇരു കൂട്ടരും ചർച്ച ചെയ്യും. ബെർമിംഗ്ഹാമിലെ മാലിന്യ ശേഖരണ തൊഴിലാളികളുടെ അനിശ്ചിതകാല സമരം നഗരത്തിൽ ഭക്ഷ്യമാലിന്യങ്ങൾ ശേഖരിക്കപ്പെടാതെ കിടക്കുമെന്നും പൊതുജനാരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുമെന്നും ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ഭക്ഷ്യമാലിന്യങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുന്നത് മൂലം എലികൾ പോലെയുള്ളവയെ ആകർഷിക്കുന്നുവെന്നും ഇത് സാൽമണല്ല പോലെയുള്ള രോഗങ്ങൾ പടരാൻ കാരണമാകുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ശമ്പളവും വ്യവസ്ഥകളും സംബന്ധിച്ച തർക്കത്തിന്റെ ഭാഗമായി ബെർമിംഗ്ഹാമിലെ 400ഓളം ബിൻ തൊഴിലാളികൾ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല പണിമുടക്കിലാണ്. ബെർമിംഗ്ഹാം സിറ്റി കൌൺസിലിന് മാന്യമായ വേതനം നൽകാൻ തയ്യാറായാൽ പണിമുടക്ക് അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് ട്രേഡ് യൂണിയൻ അറിയിച്ചു. ഫ്ളാറ്റിൽ വെടിയേറ്റ് 40-കാരിയായ സ്ത്രീ കൊല്ലപ്പെട്ട സംഭവത്തിൽ 5 പേർക്കെതിരെ കേസെടുത്തു. കഴിഞ്ഞയാഴ്ചയാണ് ടാൽബോട്ട് ഗ്രീൻ ലേക്ക് ഗ്രീൻ പാർക്കിൽ വെടിയേറ്റ് ജോവാൻ പെനി എന്ന സ്ത്രീ കൊല്ലപ്പെട്ടത്. 4 പേർക്കെതിരെ കൊലക്കുറ്റവും മറ്റൊരാൾക്കെതിരെ കുറ്റവാളിയെ സഹായിച്ചതിനുള്ള കുറ്റവുമാണ് ചുമത്തിയിട്ടുള്ളതെന്ന് സൌത്ത് വെയിൽസ് പോലീസ് പറഞ്ഞു. പ്രതികളെ ശനിയാഴ്ച കാർഡിഫ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കേസിനെപ്പറ്റി കൂടുതൽ അറിയുന്നവർ പോലീസുമായി ബന്ധപ്പെടണമെന്നും അറിയിച്ചു. സ്കോട്ട്ലാൻഡിൽ മലയാളി വിദ്യാർത്ഥിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തി. സ്റ്റെർലിംഗ് യൂണിവേഴ്സിറ്റിയിലെ 24 വയസ്സുള്ള എബൽ തെറേൽ എന്ന വിദ്യാർത്ഥിയുടെ മൃതദേഹമാണ് ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച രാത്രിയാണ് ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസും സ്കോട്ടിഷ് ആംബുലൻസ് സർവീസും റെയിൽവേ ട്രാക്കിൽ മൃതദേഹം കണ്ടെത്തിയത്. എബലിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് പോലീസും വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ എബൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമൊന്നുമില്ലെന്നാണ് കുടുംബാംഗങ്ങളും സഹപാഠികളും വ്യക്തമാക്കുന്നത്.
ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്നലെ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ നടന്ന മാഞ്ചസ്റ്റർ സിറ്റി ബ്രൈറ്റൺ പോരാട്ടം സമനിലയിൽ അവസാനിച്ചു. പെനാൽറ്റിയിലൂടെ എർലിംഗ് ഹാലൻഡും 39-ാം മിനിറ്റിൽ ഒമർ മർമൂഷുമാണ് സിറ്റിക്കായി ഗോളുകൾ നേടിയത്. മറുവശത്ത് ബ്രൈറ്റനു വേണ്ടി എസ്തുപിനാൻ മർമൂഷ്, ഗുസനോവ് എന്നിവരാണ് ഗോളുകൾ നേടിയത്. പോർട്ട്മാൻ സ്റ്റേഡിയത്തിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 2-4 ഗോളുകൾക്ക് ഇപ്സ്വിച്ച് ടൌണിനെ പരാജയപ്പെടുത്തി. ആന്റോണിയോ ലാംഗയുടെ ഇരട്ട ഗോളാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ വിജയത്തിൽ നിർണായകമായത്. ഇന്നലെ നടന്ന മറ്റു മത്സരങ്ങളിൽ സദാപ്റ്റിനെതിരെ വേൾസ് വിജയം നേടി. 1-2 ഗോളുകൾക്കായിരുന്നു ഫോർസിന്റെ വിജയം. 1-2 ഗോളുകൾക്ക് ബ്രെൻഫോർഡ് ബൗൺമൌത്തിനെയും ഇന്നലെ പരാജയപ്പെടുത്തി. എവർട്ടൺ വെസ്റ്റ് ഹാം മത്സരം 1-1 എന്ന സമനിലയിലും അവസാനിച്ചു. മധ്യപ്രദേശിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ തീയുടെ മുകളിൽ തലക്കീഴായി കെട്ടിത്തൂക്കിയെന്ന് പരാതി. ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായാണ് കുഞ്ഞിനെ കെട്ടിത്തൂക്കിയതെന്നാണ് പ്രാഥമിക വിവരം. ഇതിന് പിന്നാലെ കുഞ്ഞിന്റെ കാഴ്ചശക്തി നഷ്ടമായതായാണ് ആരോപണം. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് കേസിൽ ലഹരി എത്തിച്ചു നൽകിയ 3ാം വർഷ വിദ്യാർത്ഥിക്കായി തെരച്ചിൽ ഊർജിതം. കൊല്ലം സ്വദേശിയായ വിദ്യാർത്ഥിയാണ് പണമിടപാട് നടത്തിയതെന്നാണ് അറസ്റ്റിലായ 3 പേരും മൊഴി നൽകിയിട്ടുള്ളത്. ഇടുക്കി ഗ്രാമ്പിൽ ജനവാസ മേഖലയിലെത്തിയ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൌത്യം ഇന്നും തുടരും. മയക്കുവെടി ദൌത്യം ഇന്ന് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.